രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ അഷ്ടപതി പ്രേമികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടപതി 10ാമത്തെ അധ്യായമാണ്. അഷ്ടപതി 10ാമത്തെ അധ്യായത്തിൽ 2ഉം 3ഉം ശ്ലോകങ്ങൾ ചൊല്ലാൻ പോവുകയാണ്. ഇതിനു മുമ്പുള്ള 9 കേൾക്കണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഞാനിത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലിൽ എന്തൊക്കെ വിഭവങ്ങളാണുള്ളത്, നിങ്ങൾ കൃഷ്ണനും കൃഷ്ണനും രാധാറാണി അമ്മയും അനുഗ്രഹിക്കുകയാണെങ്കിൽ, ഗുരുവായൂരപ്പനും രാധാറാണി അമ്മയെ അനുഗ്രഹിച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിക്ക് നാരായണീയം സർവ്വ രോഗങ്ങൾക്കും ഒരൗഷധം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടുക്കിന് പറഞ്ഞ് 83 എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ 83 തൊട്ട് കാണുക. സമയം കിട്ടുമ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് ബാക്കി കാണുക. എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ ജീവിതകഥ, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, എല്ലാ വെള്ളിയാഴ്ചയും ഗ്രന്ഥങ്ങളുടെ രാജാവായ സാക്ഷാൽ ശ്രീബുദ്ധൻ രചിച്ച മോക്ഷം കിട്ടാനുള്ള ധർമ്മപദമെന്ന അതിപ്രശസ്തമായ പുസ്തകത്തിൻ്റെ ക്ലാസ്. അന്ന് വൈകുന്നേരം സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. സ്പോക്കൺ ഇംഗ്ലീഷ് 12 എപ്പിസോഡ് വരെ ഉണ്ട്. പിന്നെ ജ്യോതിഷത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഓരോ നാളുകാരുടെ ഫലം ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 9645333999 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അഷ്ടപതി തുടങ്ങുകയാണ്. അതേ കണക്ക് ഉടൻ തന്നെ സെപ്റ്റംബർ 11 രാധാഷ്ടമിയാണ്. രാധാഷ്ടമിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ പ്രസാദിപ്പിക്കണം? രാധാഷ്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും തരുന്ന വ്രതം. അത് ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം മതി. അതാണ് രാധാഷ്ടമി. അതിനെക്കുറിച്ച് പ്രത്യേക വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ രാധേ രാധേ എന്ന ചാനൽ കാണുന്നവർ നിർബന്ധമായിട്ടും ഏതാണ് രാധാഷ്ടമി ആ വ്രതം എടുത്തിരിക്കണം. നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് ഞാൻ തരുന്ന ഗ്യാരണ്ടി. യാതൊരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ.
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അഷ്ടപദിയുടെ ഈ ശ്ലോകം നമ്മുടെ റിജിന് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ അറിയാവുന്നതാണ്. നാരായണീയത്തിലും റിജിന പാടുന്നുണ്ട്. ആ റിജിന അതിമനോഹരമായിട്ട് പാടിയിരിക്കുകയാണ്, കേട്ടുകൊള്ളുക. റിജിനയുടെ ഹസ്ബൻഡും ഒരു മ്യൂസിക് ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾ റിജിനയുടെ മനോഹരമായ നാദത്തിലൂടെ അഷ്ടപതി കേൾക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. ദഹതി ശിശിര മയൂഖേ മരണമനുകരോതി പദതി മദന വിശികേ ബഹുവിലപതി വികലതരോതി തവ വിരഹേ വനമാലി സഖി സീതതിരാധേ തവ വിരഹേ വനമാലി സഖി സീതതിരാധേ. അപ്പോൾ നമ്മുടെ റിജിന അതിമനോഹരമായിട്ട് ഇത് പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഇനി വായിക്കാം. ദഹതി ശിശിര മയൂഖേ മരണമനുകരോതി പദതി മദന വിശികേ ബഹുവിലപതി വികരോധി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. അർത്ഥം എഴുതിക്കോ. ദഹതി സമം ദഹിപ്പിക്കുമ്പോൾ, ദഹതി സമം ഇട്ടിട്ട് ദഹിപ്പിക്കുമ്പോൾ. ശിശിരമയൂഖേ, ശിശിരമയൂഖേ ചന്ദ്രന്റെ രശ്മികൾ. ശിശിരമയൂഖേ അർത്ഥം ചന്ദ്രന്റെ രശ്മികൾ. മരണം, മരണം മരണം തന്നെ. അനുകരോതി, അനുകരോതി അർത്ഥം എഴുത് അവസ്ഥയെ പ്രാപിക്കുന്നു, അവസ്ഥയെ പ്രാപിക്കുന്നു. പദതി, പദതി പതിക്കുമ്പോൾ, പദതി അർത്ഥം പതിക്കുമ്പോൾ. മഥന വിശികേ, മഥന വിശിക എന്ന് പറഞ്ഞാൽ കാമദേവന്റെ ബാണം, കാമദേവന്റെ ബാണങ്ങൾ പതിക്കുമ്പോൾ. അടുത്തത് ബഹുവിലപതി സമം ഇട്ടിട്ട് വളരെ ഏറെ കരയുന്നു, വളരെ ഏറെ കരയുന്നു. വികരോധി, വികരോധി വിഷമാവസ്ഥയെ പ്രാപിക്കുന്നു, വികരോധി വിഷമാവസ്ഥയെ പ്രാപിക്കുന്നു. ഇതിൻ്റെ മൊത്തത്തിലൊരർത്ഥം പറഞ്ഞു തന്നിട്ട് നമുക്കിതിനെ വിശദീകരിക്കാം. മൊത്തത്തിലെ അർത്ഥം ഇതാണ്. അല്ലയോ സഖിയായ രാധയെ, ചന്ദ്രൻ്റെ തണുത്ത രശ്മികൾ ചുട്ടുപൊള്ളിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ മരണതുല്യമായ അവസ്ഥയെ പ്രാപിക്കുന്നു. കാമബാണങ്ങൾ വന്ന് പതിക്കുമ്പോൾ കൃഷ്ണൻ ഭയങ്കരമായിട്ട് വിലപിക്കുകയും ദുരവസ്ഥയെ, വല്ലാത്ത മാനസികാവസ്ഥയെ, വിഷമാവസ്ഥയെ പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിന്റെ വിരഹം കാരണം കൃഷ്ണൻ തളർന്നു പോകുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ സാരം. അതായത് കൃഷ്ണൻ തോഴിയോട് പറഞ്ഞു, എൻ്റെ മാനസികാവസ്ഥ നീ രാധയെ പറഞ്ഞു മനസ്സിലാക്കൂ, എൻ്റെ കാര്യം അവളേക്കാൾ കഷ്ടമാണ്, രാധയെ കാണാഞ്ഞ് ഞാൻ ദാ കരഞ്ഞ് തളർന്ന് മരണതുല്യമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി, അല്ലയോ തോഴി, നീ രാധയെ എൻ്റെ സമീപം എത്തിക്കൂ.
അവൾ വരുമെന്നൊരു പ്രതീക്ഷയിലാണ് എന്നിൽ ജീവന്റെ തുടിപ്പുകൾ അവശേഷിക്കുന്നത്. അങ്ങനെ തോഴി വന്നിട്ട് രാധാറാണിയോട് പറയുന്നതാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ രാധാറാണിയോട് പറയുകയാണ്, നിന്റെ വിരഹം മുഖാന്തരം കൃഷ്ണൻ തളർന്നു പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ വരിയുടെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആവർത്തിക്കാൻ. ലാസ്റ്റത്തെ 2 വരി ഉണ്ടല്ലേ, തവ വിരഹേ, നിന്റെ വിരഹത്തിൽ വനമാലി ശ്രീകൃഷ്ണൻ സഖി സീതതി, സീതതി തളരുന്നു, ക്ഷീണിക്കുന്നു. ഇനി ഇങ്ങോട്ടൊക്കെ അപ്പൊ സഖി രാധയോട് പറയുകയാണ്, രാധയെ വിരഹ ദുഃഖം നിനക്ക് മാത്രമല്ല, നിന്റെ വിരഹ ദുഃഖം എന്തെന്ന് കണ്ടവളാണ് ഞാൻ. പക്ഷേ രാധേ, വിരഹ ദുഃഖം നിനക്ക് മാത്രമല്ല കൃഷ്ണനുമുണ്ട്. കൃഷ്ണന്റെ വിരഹ ദുഃഖം നിന്നേക്കാൾ കഠിനമാണ് രാധേ. അത് വെച്ച് നോക്കുമ്പോൾ നിനക്കൊന്നുമില്ല. നിനക്കറിയാമോ രാധേ, ചന്ദ്രന്റെ രശ്മികള്, തണുത്ത ചന്ദ്രന്റെ രശ്മികള്, അതെന്ത് തണുപ്പുള്ളതാണ് രാധേ. അത് വന്ന് കൃഷ്ണന്റെ ദേഹത്തങ്ങോട്ട് പതിക്കുമ്പോൾ ആ ചന്ദ്രരശ്മികൾ വല്ലാത്ത ചൂടാണെന്ന് കൃഷ്ണന് തോന്നുകയും ആ ചൂടിൽ കൃഷ്ണൻ ശരീരം ചുട്ടുപൊള്ളി പൊളയുകയാണ് രാധേ. രാധേ, ചന്ദ്രന്റെ രശ്മികൾ എന്തു തണുപ്പാണ്, പക്ഷേ നിന്റെ വിരഹം മുഖാന്തരം ആ ചന്ദ്രന്റെ രശ്മികൾക്ക് പോലും കഠിനമായ ചൂടനുഭവപ്പെടുന്നു. അങ്ങനെ അനുഭവപ്പെട്ടിട്ട് അവൻ ദേഹമാസകലം പൊള്ളി പൊളയുകയാണ് രാധേ. ഇവിടെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കുക, ചന്ദ്രന്റെ രശ്മികള് അങ്ങേയറ്റം തണുത്തതാണ്. അപ്പം നമ്മുടെ കാമുകി, നമ്മുടെ എണ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ചന്ദ്രരശ്മികൾ അങ്ങേയറ്റം സുഖപ്രദമാണ്. ആ തണുപ്പുണ്ടല്ലോ, ഏത് ചന്ദ്രന്റെ രശ്മികൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തണുപ്പ്, ആ തണുപ്പെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സുഖപ്രദമാണ്. എണ കൂടുതലുണ്ടെങ്കിൽ, എണ കൂടുതലുണ്ടെങ്കിൽ എന്നല്ല, എണ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ തണുപ്പ് അതിമനോഹരമാണ്, ഇല്ലേ? അതുകൊണ്ടാണല്ലോ കവിതാക്കളൊക്കെ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോകുന്നത്. ആ തണുപ്പേൽക്കുമ്പോൾ നമുക്ക് എണ കൂടുതലുണ്ടെങ്കിൽ ഭയങ്കരമായ കാമവികാരം നമുക്കുണ്ടാകും. അപ്പൊ ഈ തണുപ്പ് എപ്പോഴും രതിവികാരം ഉണർത്തുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഈ തണുപ്പിനൊരു വിപരീതവും കൂടെ ഉണ്ടെന്നറിയുക. ചന്ദ്രന്റെ രശ്മികൾ അങ്ങേയറ്റം തണുപ്പാണ്. ആ തണുപ്പ് ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ രതിവികാരമുണ്ടാകും. ആ രതിവികാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ എണ കൂടെ ഉണ്ടെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകും. എണയെ വാരിപ്പുണർന്ന് തണുപ്പകറ്റി അവളെ ചുംബിച്ച് അങ്ങനെ രതിയുടെ മൂർച്ചയിലെത്താം. നമ്മളിപ്പോൾ മൂന്നാറും ഊട്ടിയിലും ഒക്കെ ചെല്ലുമ്പോൾ സാധാരണക്കാരും അങ്ങനെ തന്നെയാണ്. ആ തണുപ്പുണ്ടെങ്കിൽ, അവർക്ക് എണയുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, അവിടെ രതിയുടെ മൂർച്ചയിലെത്തുന്നതിന് അവർക്ക് കഴിയുന്നു. എന്നാൽ ഒരു വിപരീത വശമുണ്ട്. ഈ തണുപ്പുള്ള സമയത്ത് എണ കൂടുതലില്ല, കൂടെയില്ല, ഒറ്റയ്ക്കാണെന്നിരിക്കട്ടെ, ഈ തണുപ്പ് തട്ടുമ്പോൾ നമ്മളിൽ രതിവികാരം ഉണരും, കാമവികാരം ഉണരും. കാമവികാരം ഉണരുന്നു, എണയൊട്ടു കൂടെ ഇല്ലതാനും. അതൊരു ഭയങ്കരമായ അവസ്ഥയാണ്, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ചിന്തിച്ചു നോക്കൂ, ആ തണുപ്പത്ത് നമുക്ക് രതിവികാരം മൂർച്ഛിക്കുന്നു. അങ്ങനെ മൂർച്ഛിക്കുമ്പോൾ എന്തില്ല, ആ എണ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ദുഃഖമുണ്ടാകും, ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെത്തും. കൃഷ്ണനും ഇവിടെ അങ്ങനത്തെ ഒരവസ്ഥയാണ്. ചന്ദ്രന്റെ രശ്മികളേൽക്കുമ്പോൾ, ആ തണുപ്പേൽക്കുമ്പോൾ കൃഷ്ണന് എണ വേണം, രാധാറാണി വേണം. രാധാറാണി അടുത്തില്ല, കാമവികാരമുണ്ടാകുന്നു, ഭ്രാന്ത് പിടിച്ച ഉന്മാദ അവസ്ഥയിൽ കൃഷ്ണൻ എത്തുന്നു. എന്ന് മാത്രവുമല്ല, താൻ മരിച്ചു പോകുമെന്നൊരവസ്ഥയിൽ എത്തുകയാണ്. രാധേ, കൃഷ്ണൻ ഇപ്പോൾ നീ ഇല്ലെങ്കിൽ മരിച്ചാൽ മതി എന്ന ചിന്തയിലാണ് രാധേ. അത് നീ മനസ്സിലാക്കണമെന്നാണ് തോഴി പറയുന്നത്. ഇനി അതും തീർന്നില്ല. നോക്കൂ രാധേ,
കാമബാണങ്ങൾ കൃഷ്ണനിൽ വന്ന് പതിക്കുന്നു എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്. വസന്തകാലമായതുകൊണ്ട് കൃഷ്ണൻ മരത്തിൻ്റെ ചുവട്ടിൽ വനാന്തരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ആ മരങ്ങളിൽ നിൽക്കുന്ന പൂക്കളും ഇലകളും എല്ലാം കൃഷ്ണൻ്റെ പുറത്ത് വന്ന് വീഴുകയാണ്. അപ്പം കൃഷ്ണന് ആ പൂക്കൾ തൻ്റെ പുറത്ത് വന്ന് വീഴുമ്പോൾ കാമദേവൻ തൻ്റെ ദേഹത്ത് ഒളിഞ്ഞു നിന്നുകൊണ്ട് കാമബാണങ്ങൾ എയ്യുകയാണെന്ന് തോന്നും. കാരണം കാമദേവൻ്റെ ബാണങ്ങളും പൂക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ കാമദേവന്റെ അമ്പുകളും പൂക്കളാണ്. അപ്പൊ എന്തു ചെയ്യുന്നു? ആ പൂക്കൾ വന്ന് തൻ്റെ ദേഹത്ത് വീഴുമ്പോഴേക്കും കൃഷ്ണന് കാമബാണമേക്കുകയും കാമബാണമേറ്റു കഴിയുമ്പോൾ രാധാറാണി അടുത്തില്ലാത്തത് കൊണ്ട് ആ പൂക്കളുടെ മെത്തയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് രാധേ രാധേ എന്ന് വിളിച്ചു കരയുകയാണ്. രാധേ, ആ പൂമെത്ത കൃഷ്ണന് ശരശയ്യയായി തോന്നുകയാണ് രാധേ. അതുകൊണ്ട് നീ വേഗം വരൂ രാധേ, നീ വേഗം വന്ന് കൃഷ്ണനെ ഈ അവസ്ഥയിൽ നിന്ന് നീ മോചിപ്പിക്കൂ, ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അവനിപ്പോൾ ആ പൂമെത്തയിൽ ചന്ദ്രന്റെ രശ്മികളേറ്റു പൊളയുന്നു. അതിൻ്റെ കൂടെ പൂക്കൾ പൊഴിഞ്ഞ് ദേഹത്ത് വീഴുമ്പോൾ കാമബാണമാണെന്ന് സങ്കല്പിച്ചിട്ട് ഇണയായ നീ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിന്റെ പേര് പറഞ്ഞ് രാധേ രാധേ എന്ന് അവൻ വിലപിക്കുകയാണ്. രാധേ, അവൻ മരണാസന്നനായി കഴിഞ്ഞു. നീ വേഗം വരൂ, വേഗം വന്ന് അവനെ ഈ അവസ്ഥയിൽ നിന്ന് നീ മോചിപ്പിക്കൂ. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ഈ ശ്ലോകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൂടെ പറയാമത് ആദ്യം തൊട്ട്. ദഹതി ദഹിക്കുന്നു, ശിശിരമയൂഖേ ചന്ദ്രന്റെ രശ്മികൾ, മരണമനുകരോതി മരണമെന്ന അവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു ചന്ദ്രന്റെ രശ്മികളേക്കുമ്പോൾ കൃഷ്ണൻ. പതതി പതിക്കുമ്പോൾ മഥനവിശികേ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ അമ്പുകൾ വന്നേക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബഹുവിലപതി, ഭയങ്കരമായി കരയുന്നു. അങ്ങനെ കരഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വികരോതി, വിഷമാവസ്ഥയിലെത്തുന്നു. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ, നിന്റെ അസാന്നിധ്യത്തിൽ വിരഹദുഃഖത്താൽ കൃഷ്ണൻ ക്ഷീണിക്കുന്നു. ഇത് ഒരിക്കൽ കൂടി കേട്ടിട്ട് റിജിന അടുത്ത ശ്ലോകം പാടുന്നതും കേൾക്കുക. അതിനുശേഷം ഞാനത് വിവരിച്ചു തരുന്നതായിരിക്കും. ദഹതി ശിശിര മയൂഖേ മരണമനുകരോതി പതതി മദന വിശികേ ബഹുവിലപതി വികലതരോതി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ ധ്വനതി മധുപ സമൂഹേ ശ്രവണമപി ദധാതി മനസി കലിത വിരഹേ നിശി നിശിരുചമുപയാതി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. അപ്പോൾ റിജിനെ അത് പാടിത്തന്നത് കേട്ടല്ലോ. ഞാൻ പറയാം. ധ്വനതി മധുപ സമൂഹേ
ശ്രവണമഭിദധാതി മനസി കലിത വിരഹേ നിശി നിശി രുജമുപായതി തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. ആ അവസാനത്തെ വരി എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കും. അർത്ഥം എഴുതിക്കോ. ധ്വനതി, ധ്വനതി സമവിട്ടിട്ട് ശബ്ദിക്കുമ്പോൾ, ധ്വനതി ശബ്ദിക്കുമ്പോൾ. മധുപ സമൂഹം, അർത്ഥം എഴുത് വണ്ടുകളുടെ കൂട്ടം. മധുപ സമൂഹം, വണ്ടുകളുടെ കൂട്ടം. ശ്രവണം, ശ്രവണം കാത്, കാത്. അഭിദധാതി, അഭിദധാതി അർത്ഥം എഴുത് പൊത്തുന്നു. അഭിദധാതി അർത്ഥം എഴുത് പൊത്തുന്നു. മനസി, മനസി മനസ്സിൽ. കലിത വിരഹേ, കലിത വിരഹേ വിരഹവേദന തോന്നുമ്പോൾ. അർത്ഥം എഴുതിക്കൊള്ളണേ. കലിത വിരഹേ വിരഹവേദന തോന്നുമ്പോൾ. നിശി നിശി, നിശി നിശി രാത്രികൾ തോറും, നിശി നിശി രാത്രികൾ തോറും. രുജമുപായതി, രുജമുപായതി വളരെയേറെ വേദനിക്കുന്നു, വളരെ ഏറെ വേദനിക്കുന്നു. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. അല്ലയോ സഖി രാധേ, വണ്ടിൻ കൂട്ടങ്ങൾ മൂളിപ്പറന്നടുക്കുമ്പോൾ ശ്രീകൃഷ്ണൻ ചെവികൾ പൊത്തുകയാണ്. മനസ്സിൽ വിരഹവേദന തോന്നുമ്പോൾ രാത്രി തോറും കഠിനമായി കൃഷ്ണൻ വേദനിക്കുന്നു. നിന്റെ വിരഹം കാരണം കൃഷ്ണൻ തളർന്നു പോകുന്നു രാധേ എന്ന് സഖി തൻ്റെ സഖിയായ ആരോട് പറയുന്നു? രാധാറാണിയോട് പറയുകയാണ്. അതായത് എന്താണ് സഖി രാധാജിയോട് പറയുന്നത്? വണ്ടിൻ്റെ കൂട്ടങ്ങൾ ഇങ്ങനെ മൂളിപ്പറന്നു വരികയാണ്. എന്തിനു വേണ്ടി? പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ വേണ്ടി. പൂവാകട്ടെ തേൻ കുടിക്കാൻ വരുന്ന തൻ്റെ കാമുകനെ സ്വീകരിക്കാനായി പൂക്കളൊക്കെ വിടർത്തി തേനുകൾ നിറച്ച് എന്ത് സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോഴത്തേക്ക് കൃഷ്ണന് കഠിനമായ വേദന ഉണ്ടായി. അതായത് മൂളിപ്പറന്ന് നടക്കുന്ന വണ്ടുകൾക്ക് പോലും അവരുടെ ഇണയെ കിട്ടുന്നു, രതിമൂർച്ച വരുത്തുന്നതിന് സാധിക്കുന്നു. പക്ഷേ തനിക്കതിന് കഴിയുന്നില്ല. തൻ്റെ ഇണയായ, തൻ്റെ പൂവായ രാധാറാണി ദൂരത്താണ്, തൻ്റെ സമീപത്തില്ല. ഈ വണ്ടുകളുടെ മൂളല് മനസ്സിൽ രതി ഉണർത്തും, വല്ലാതെ രതിഭാവം ഉണർത്തും. അപ്പോൾ വണ്ടുകൾ മൂളിപ്പറന്ന്, വണ്ടുകളെന്ന് പറഞ്ഞാൽ വല്ല പൂവാലന്മാരാണ്, കാമാതുരരാണ് വണ്ടുകൾ. അവര് പൂക്കളുടെ തേൻ കുടിക്കാൻ ഇങ്ങനെ മുരണ്ട് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വികാരം മൂർച്ഛിക്കുമെന്നാണ് കവികൾ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ രാധ സമീപത്തില്ലാത്തത് കൊണ്ട് അസ്വസ്ഥനാണ്. അപ്പോൾ വണ്ടുകളുടെ മൂളൽ കൂടെ കേട്ടാൽ കാമ വികാരം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തും. രാധയുടെ അസാന്നിധ്യത്തിൽ തനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. അതുകൊണ്ടാണ് കൃഷ്ണൻ ചെവികൾ രണ്ടും അങ്ങ് പൊത്തിക്കളഞ്ഞത്. ഈ വണ്ടുകളുടെ മൂളൽ എനിക്ക് കേൾക്കണ്ട. കൃഷ്ണൻ രാധയെ ഓരോ രാത്രിയിലും നീ വരുമെന്ന് കരുതി നിന്നെ പ്രതീക്ഷിച്ചിങ്ങനെ വനമാലിയിരിക്കും. പക്ഷേ നിന്നെ കാണാത്തപ്പോൾ തകർന്നു പോകും എന്ന് മാത്രവുമല്ല, നീ വരാത്തപ്പോൾ നീ തൊട്ടടുത്ത് വന്നിരിക്കുന്നു, തലോടുന്നു, ചുംബിക്കുന്നു എന്ന് കൃഷ്ണൻ വെറുതെ വിചാരിക്കും. പക്ഷേ അധിക നേരം അതും നിൽക്കാൻ പറ്റത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ കൃഷ്ണന് നീ അരികിലില്ല എന്ന സത്യം ബോധ്യപ്പെടും. അതോടുകൂടി കൃഷ്ണൻ ഹൃദയവേദനയെടുത്ത് കരയുകയാണ് രാധയെ ചെയ്യുന്നത്. കൃഷ്ണൻ കടുത്ത ഏകാന്തത അനുഭവപ്പെടുകയാണ്. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും കൃഷ്ണൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ വിരഹ ദുഃഖം കാരണം തളർന്നു പോവുകയാണ്
കൃഷ്ണൻ, നീ ഇത് കേൾക്കുന്നുണ്ടോ രാധേ? കൃഷ്ണന്റെ ഈ അവസ്ഥ നീ കേൾക്കുന്നുണ്ടോ? കൃഷ്ണൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായോ? നീ വരുമെന്ന് രാത്രി സങ്കല്പിക്കുകയാണ് കൃഷ്ണൻ, എന്നിട്ട് നിന്റെ സാമീപ്യമില്ലെന്നറിഞ്ഞ് വിലപിക്കുകയാണ് എന്ന് മാത്രവുമല്ല, കൃഷ്ണൻ ഉറക്കെ ലജ്ജ കൈവിട്ട് വിളിച്ചു പോവുകയാണ്, രാധേ രാധേ നീ വരൂ, നീ വരൂ രാധേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? കൃഷ്ണൻ വിളിച്ചു പോവുകയാണ്. സത്യത്തിൽ കൃഷ്ണന്റെ അവസ്ഥ പരിതാപകരമാണ്, പരിതാപകരമാണ്. കൃഷ്ണന് താങ്ങാൻ പറ്റുന്നില്ല. നേരത്തെ ചന്ദ്രന്റെ രശ്മികൾ എവിടെ നോക്കിയാലും ഉള്ളിൽ കാമവികാരമുണർത്തുന്ന രംഗങ്ങൾ. വസന്തകാലം, പൂക്കൾ പൊഴിഞ്ഞു വീഴുന്നു, ചന്ദ്രന്റെ രശ്മികൾ, മൂളിപ്പറന്നു വരുന്ന വണ്ടുകളെ സ്വീകരിക്കാൻ തേൻ നിറച്ചു നിൽക്കുന്ന പൂക്കള്. രാധയെ അവൻ കാമപരവശനായി മാറുന്നതിന് അവനെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? പക്ഷേ കാമപരവശനായിട്ട് എന്ത് ഫലം? തൻ്റെ ഇണ അടുത്തില്ലല്ലോ. അപ്പോൾ അവൻ ഉന്മാദാവസ്ഥ വന്ന് മരണത്തിൻ്റെ വക്കിലാണ്. അവൻ രാത്രിയാകുമ്പോൾ നിന്റെ പേര് വിളിച്ച് കരയുകയാണ്, രാധേ 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 എന്ന് വിളിച്ച് കരയുകയാണ്. അതുകൊണ്ട് രാധേ, സമയം കളയരുതേ. കൃഷ്ണനെ ജീവനോടെ വേണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് കൃഷ്ണന്റെ സമീപത്തേക്ക് ചെല്ലൂ. കൃഷ്ണന്റെ സമീപത്തേക്ക് ചെന്ന് നീ അവനെ ആലിംഗനം ചെയ്യൂ, നീ അവനെ ചുംബിക്കൂ, ചുംബനങ്ങൾ കൊണ്ട് മൂടൂ, അവന്റെ ആലിംഗനത്തിൽ നീ അമരൂ. അങ്ങനെ നികുഞ്ചങ്ങളിലേക്ക് പോകൂ. രാധേ, നീയും അവരും ഒന്നാകൂ. ഇല്ലെങ്കിൽ കൃഷ്ണന്റെ അന്ത്യം വളരെ ദയനീയമായിരിക്കും. അതുകൊണ്ട് വേഗം വരൂ, ഞാൻ കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം. നീ ഓടിച്ചെന്ന് നിനക്ക് വേണ്ടി വിലപിക്കുന്ന കൃഷ്ണന്റെ മാറിലേക്ക് വീഴൂ. തേന്മാവിൽ മുല്ലവള്ളി എന്ന പോലെ പടർന്ന് കയറൂ രാധേ. ഇതാണ് പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി നോക്കിയ വരി. ധ്വനതി ശബ്ദം, മധുപ സമൂഹേ വണ്ടിൻ കൂട്ടം, ശ്രവണം അഭിദധാതി. ശ്രവണം ചെവി പൊത്തുകയാണ്. മനസ്സിൽ കലിത വിരഹേ, ഭയങ്കരമായ വിരഹവേദന തോന്നുമ്പോൾ, നിശി രാത്രി തോറും എന്ത് ചെയ്യുന്നു? രുജമുപായതേ, വളരെ ഏറെ വേദനിക്കുകയാണ്. തവ വിരഹേ വനമാലി സഖീ സീതതി രാധേ. സീതതി ക്ഷീണിക്കുന്നു. നിന്നെ കാണാത്തത് കൊണ്ട് വിരഹവേദനയിൽ കൃഷ്ണൻ ക്ഷീണിക്കുന്നു. വേഗം ചെല്ലൂ. നിന്നേക്കാൾ പരിതാപകരമാണ് കൃഷ്ണൻ നിന്നെ സ്നേഹിക്കുന്നു. ഇതാണ് തോഴി പറയുന്നത്. ഇനി ഈ 2 ശ്ലോകം ഒരിക്കൽ കൂടി നമ്മുടെ റിജിന പാടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈണം മനസ്സിൽ പതിയും. അപ്പം നമുക്ക് വീണ്ടും രാധാറാണിയും കൃഷ്ണനും അനുഗ്രഹിച്ചാൽ അടുത്ത വ്യാഴാഴ്ച കാണാം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാ. ദഹതി ശിശിര മയൂഖേ മരണമനുകരോതി. പദതി മദന വിശികേ ബഹുവിലപതി വികലതരോതി. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ. തവ വിരഹേ വനമാലി സഖി സീതതി രാധേ.
ध्वनति मधुप समूहे श्रवणमपि दधाति मनसि कलित विरहे निशि निशिरुचमुपयाति तव विरहे वनमाली सखी सीदधिराते तव विरहे वनमाली सखी सीदधिराते।